നിനക്കെതിരെ എഴുന്നേറ്റാലും, ഏതൊക്കെ രീതിയിൽ നിനക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടായാലും, അഭിഷേകമുള്ള ദൈവത്തിന്റെ പൈതലേ, നിന്നോട് എതിർത്ത് നിൽപ്പാൻ ആർക്കും സാധിക്കത്തില്ല. എത്ര നോക്കിയിട്ട് സ്തഫാനോസിനെ ഒതുക്കാൻ പറ്റുന്നില്ല. ഭയങ്കര അഭിഷേകമാ. സ്തോത്രം. ഇന്ന് രാത്രിക്കാലം അഭിഷേകം കൂടുന്നതിനനുസരിച്ച് ശത്രുക്കൾ എഴുന്നേക്കുമെന്ന് മറക്കണ്ട. ജോസഫിനോട് സഹോദരന്മാർ തർക്കിച്ചു എന്ന് ബൈബിൾ പറയുന്നു. കാരണം അവർക്കില്ലാത്തൊരു വെളിപ്പാട് ജോസഫിനുണ്ടായിരുന്നു. വെളിപ്പാടുള്ളവനേ പ്രശ്നമുള്ളൂ. കമ്മിറ്റി കൂടി തീരുമാനിച്ച് സ്തഫാനോസിനോട് പറഞ്ഞു, ഇന്നു മുതൽ പ്രസംഗിക്കണ്ട, നീ പ്രസംഗം നിർത്തണമെന്ന്. സ്തഫാനോസ് പറഞ്ഞു, കമ്മിറ്റിയോട് ചോദിച്ചിട്ടല്ല ഞാൻ പ്രസംഗം തുടങ്ങിയത്, എനിക്ക് വെളിപ്പാട് കിട്ടിയത് ഉയരത്തിൽ നിന്നാ. ഉയരത്തിൽ നിന്ന് വെളിപ്പാട് കിട്ടിയ ദൈവത്തിന്റെ പൈതലേ, ഏതോ ഒരു വ്യക്തി പറഞ്ഞത് കൊണ്ട് നിർത്തേണ്ടതല്ല നിന്റെ പ്രവചനം, ഏതോ ഒരു വ്യക്തി പറഞ്ഞുകൊണ്ട് നിർത്തേണ്ടതല്ല നിന്റെ പ്രസംഗം. ഇന്ന് രാത്രി ഈ മീറ്റിംഗിൽ ചിലർ ദൈവം കത്തിക്കാൻ പോകുക. ആത്മാവില്ലാത്തവർ ഒന്നിച്ചുകൂടി ലോകകാര്യം സംസാരിക്കുമ്പോൾ ആത്മാവുള്ളവൻ ഒന്നിച്ചുകൂടി സ്വർഗീയമായിട്ട് സംസാരിക്കും. ഇന്ന് പകൽക്കാലം നാം ഇവിടെ കടന്നു വന്നിരിക്കുന്നത് ലോകത്തിന്റെ കാര്യങ്ങൾ പറയാനല്ല, ആത്മാവിന്റെ കാര്യങ്ങളെ പറയാനാ. ഇന്ന് പകൽക്കാലം ചിലതിന് ആത്മാവ് എടുക്കാൻ പോകുക. പുതിയൊരു മണ്ഡലത്തിലോട്ട്, പുതിയൊരു നന്മയിലോട്ട്, പുതിയ ചില ഉയർച്ചകളിലോട്ട് ദൈവം പുതിയ ആത്മശക്തിയാൽ ചിലർ നിറക്കാൻ പോകുന്നു. സ്തോത്രം. എന്നാൽ സ്തഫാനോസിനെ ഒതുക്കാൻ അവർ തീരുമാനിച്ചു. പ്രസംഗം നിർത്താൻ സ്തഫാനോസ് തയ്യാറല്ല. വെളിപ്പാട് പറയാതിരിക്കാൻ സ്തഫാനോസ് തയ്യാറല്ല. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം 54-ാം വാക്യത്തിലോട്ട് വന്നാൽ, ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവന്റെ നേരെ പല്ല് കടിച്ചു. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ഞാൻ ദൂത് പറയട്ടെ, നിന്റെ ജീവിതത്തിൽ വെല്ലുവിളി വരുമ്പോൾ, നിന്റെ ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ, നീ ഭൂമിയിലോട്ടല്ല നോക്കേണ്ടത്, നിന്റെ കണ്ണുകൾ ഉയരത്തിലോട്ട് നോക്കട്ടെ. നിന്റെ ജീവിതത്തിൽ പുതിയ ചില റെവലേഷൻ ദൈവം പകരാൻ പോകുക. ലോകം മുഴുവൻ കോപപരവശരായി നമ്മെ തകർക്കാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിന് ഒരു കാര്യമുണ്ട്. എന്തെന്നറിയാമോ? അവനെ മുട്ടുമടക്കി ഉയരത്തിലോട്ട് നോക്കാം. ഇന്ന് രാത്രി ഇവിടെ വന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ പ്രതിസന്ധികളെ നീ ഉയരത്തിലോട്ട് നോക്കുമ്പോൾ ആരും കാണാത്ത ചില വെളിപ്പാടുകൾ നിനക്ക് ലഭിക്കാൻ പോകുക. സ്തഫാനോസ് സ്തോത്രം ഒരുപാട് ആളുകളോട് ചെന്ന് പരാതി പറഞ്ഞു. അവിടെ ഗ്രൂപ്പീസ് ഉണ്ടാക്കി, പ്രശ്നങ്ങൾ ഉണ്ടാക്കി, ഒന്നും ചെയ്തില്ല. എന്താ ചെയ്തെന്നറിയാമോ? പ്രതിസന്ധി വന്നപ്പോൾ സ്വർഗത്തിലേക്ക് നോക്കി. ആമേൻ. അവിടെ സ്തഫാനോസ് കണ്ടെന്നറിയാമോ? ഒന്ന്, ദൈവത്തിന്റെ മഹത്വം കണ്ടു. രണ്ട്, ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് യേശു നിൽക്കുന്നത് കണ്ടു. ഇന്ന് രാത്രി സ്തോത്രം, നിങ്ങളുടെ വെല്ലുവിളികളുടെ മുമ്പാകെ നിങ്ങൾ മുകളിലോട്ട് നോക്കിക്കോ. നിങ്ങളൊരു മഹത്വം വഴി കാണാൻ പോകുക. ദൈവാത്മാവ് എന്നോട് പറയുന്നു, ചില വ്യക്തികളുടെ മേൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാൻ പോകുന്നു. ചില വ്യക്തികളുടെ മേൽ ദൈവത്തിന്റെ തേജസ് വെളിപ്പെടാൻ പോകുക.